Carry on. Anna, you wait for me at the meditation hall. Okay. നരേന്ദ്ര, നരി അല്ലേ? എനിക്ക് നിങ്ങളോട് യെസ്. മീര കിച്ചണിൽ വിളിച്ചിട്ട് ടീയോ കോഫി ഒന്നും വേണ്ട, പ്ലീസ് കം. കാരുണ്യ ദീപം, ദി ബിനൈൻ ലൈഫ് ട്രസ്റ്റ്, ഗോവ, കൂനൂർ, പിന്നെ കേരളത്തിൽ ഇവിടെ. അങ്ങനെ 3 സെറ്റിൽമെന്റ്സ്. മദനപ്പള്ളിയിൽ ഒരു ജെറിയാട്രിക് റിട്രീറ്റ്, ധനുഷ്കോടിൽ ഈട തുടങ്ങിയ റീഹാബ് വില്ലേജ്, ആലുവായ്ക്കടുത്ത് സ്ഥായി ധ്യാന കേന്ദ്രം. ഇത്രയുമാണ് സെന്റേഴ്സ് നിങ്ങൾക്ക് അല്ലേ? യെസ്. ബഹൻ അഥവാ രമാബഹൻ ഇവിടങ്ങളിൽ, അതായത് കാരുണ്യദീപത്തിന്റെ സർവീസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന കമ്പക്കല്ലിലും കുരങ്ങുപാറയിലും സാധാരണക്കാർക്കിടയിൽ ബെറ്റർ നോൺ ആസ് സിസ്റ്റർ അല്ലേ? ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എല്ലാ മതവിഭാഗക്കാരും പെടും. ഇഷ്ടമുള്ള പ്രാർത്ഥനാ മുറ തെരഞ്ഞെടുക്കാം, ആശ്രിതർക്കും അന്തേവാസികൾക്കും. എന്തും ഏതിനെയും ആരാധിക്കാം. എ ലിബറൽ സ്പിരിച്വൽ കമ്മ്യൂൺ. ഒപ്പം ദുരൂഹതകളും ഒരുപാട്, സ്രോതസ്സുകളും ഒരുപാട്. ഡൊമസ്റ്റിക്, ഓവർസീസ്, ഡിസ്ക്ലോസ്ഡ്, അൺഡിസ്ക്ലോസ്ഡ്, അങ്ങനെ ആയവ്യയങ്ങൾ ബാലൻസ് ചെയ്തെടുക്കാൻ മുട്ടുസൂചിയും തീപ്പെട്ടിയും തുടങ്ങി വീട്ടമ്മ കറി പൗഡർ വരെ എല്ലാം ലോണ്ടറി ചെയ്തെടുക്കാൻ പ്രത്യക്ഷ സംരംഭങ്ങൾ പലതരം. പക്ഷേ ലുക്ക് മിസ്റ്റർ, കാരുണ്യ ദീപത്തിന്റെ കണക്കുകളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ യു ബെറ്റർ ചെക്ക് വിത്ത് മൈ ഓഡിറ്റേഴ്സ് ഓർ മേക്ക് യുവർ പോയിന്റ് പ്ലീസ്. യെസ്, ടു ദ പോയിന്റ്. ഓമനക്കുട്ടനെ അറിയോ? ഓമനക്കുട്ടൻ, ഫോറസ്റ്റ് ഗാർഡ്, അറിയോ? ജോസ് കമ്പിളികണ്ണം, അറിയുമോ ബാൻജി? പുറത്ത് ഗേറ്റിൽ നിങ്ങളുടെ ഭാഷ അറിയാത്ത ഉത്തരേന്ത്യൻ ബ്ലാക്ക് കാറ്റിന് മൂക്കിന് താഴെ ജോസിന്റെ ഫോട്ടോ ഒന്ന് ഫ്ലാഷ് ചെയ്തപ്പോൾ അവന്റെ മുഖത്ത് മിന്നിമറിഞ്ഞ ഷോക്ക്, തിരിച്ചറിവ്. ജോസിന്റെ പേര് ഞാൻ ഉച്ചരിച്ചപ്പോ ദാ ഇപ്പോ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബഹൻജി വിരലടയാളം വെച്ച് തുല്യം ചാർത്തിയ ഒരു സത്യവാങ്മൂലത്തിന്റെ ബലമുണ്ട് അവിടുത്തെ ഭാവമാറ്റങ്ങൾ. യെസ്, കമ്പിളികണ്ഠൻ ജോസ് എന്തെല്ലാമായിരുന്നു എന്ന് കൃത്യമായി അറിയും നിങ്ങൾക്ക്. എല്ലപ്പെട്ടി ചെക്ക് പോസ്റ്റിലെ ഗാർഡ് ഓമനക്കുട്ടനെ നിങ്ങൾ അറിയും. ജോസ് കൊല്ലപ്പെട്ടതിന്റെ തൊട്ട് തലേ ദിവസം അവൻ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് കൃത്യം 1/2 മണിക്കൂർ മുമ്പ് ഓമനക്കുട്ടന്റെ സെൽഫോണിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. തെളിവുകളുണ്ട് എന്റെ കയ്യിൽ. ഓമനക്കുട്ടന്റെ മൊഴി, ഒപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററുടെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ഗാർഡ് കുഞ്ഞികൃഷ്ണന്റെ മൊഴി, രേഖകൾ കാണണോ? വിശ്വസിക്കാൻ? യെസ്. കഞ്ചാവ് കടത്താൻ ജോസ് കാരുണ്യ ദീപത്തിന്റെ മറ ഉപയോഗിച്ചിരുന്നു. കടമ്പകൾ തുറന്നു കിട്ടാൻ ദി ബിനൈൻ ലൈഫ് ട്രസ്റ്റിന്റെ ക്ലൗഡ്, ക്രെഡിബിലിറ്റി, ഫെസിലിറ്റീസ്, വാഹനങ്ങൾ, ധ്യാനയാത്രകൾ ആൻഡ് യു എല്ലാം ഉപയോഗിച്ചിരുന്നു ജോസ്. Come on, dispute me. തെളിയിക്കണോ ഞാൻ? ഇവിടുത്തെ ആശ്രിതർ, അന്തേവാസികൾ, അടുക്കളക്കാരികൾ, അന്തപ്പുര കാവൽക്കാർ വലിച്ചിറക്കി നിരത്തി നിർത്തി പിടിച്ച് പറയിക്കണോ ഞാൻ? ഓരോരുത്തരെ കൊണ്ടും സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട്. Would you cherish the scene, the chaos? Look, ഇതൊരു സ്പിരിച്വൽ സെറ്റിൽമെന്റ്. You cannot upset our ambience. Ambience, my foot. The veil of spirituality. അതിന്റെ മറവിൽ എന്ത് തെമ്മാരത്തിലാവാ നിനക്കൊക്കെ അല്ലേ? മാജി, ശ്രീജി, ആനന്ദ്ജി, അമ്മാജി, മൈജി, ബഹൻജി, പല സ്തുതികളിൽ, പല തസ്തികകളിൽ. വിദ്യാഭ്യാസം, ആതുര സേവനം, സ്ട്രെസ് മാനേജ്മെന്റ്, ധ്യാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നവര്, 10,000 ഒരുമിച്ചിരുത്തി ധ്യാനിപ്പിച്ച് ഉടലോടെ സ്വർഗത്തിലേക്ക് ഉദ്ധരിക്കുന്നവര്, ദ ചാരിറ്റബിൾ, അൾട്രൂയിസ്റ്റിക്, ബൗണ്ടിഫുൾ, എല്ലാം ഫേക്ക് ആണെന്നല്ല. ബട്ട് യുവേഴ്സ് ഈസ് വൺ, ആൻ ഔട്ട്ഫിറ്റ് ഫോർജിംഗ് സ്പിരിച്വാലിറ്റി. ആട്ടി മുടി വാണിഭം, വ്യാജം. Come on, disprove me. No. ഇനി നമ്മൾ സംസാരിക്കണമെങ്കിൽ either you take me in or come again with a court order. ഒരു കോപ്പം വേണ്ട, കുത്തിപ്പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഞാൻ എല്ലാത്തിനും. ആണോ? ഹലോ, എക്സ്ക്യൂസ് മീ. Hey! ചവിട്ടി മതി ചിട്ടണമെന്ന് കേറി അല്ലേ? കൊള്ളാം. ഒത്തിരി കേട്ടിട്ടുണ്ടോ? നരി കണ്ടിട്ടുണ്ട്. ഞാൻ റിലീസിന് വിധികാത്ത് കിടക്കുമ്പോ വിയ്യൂരിൽ സെൽ നമ്പർ 3, നിങ്ങൾ 19. എന്റെ ബ്ലോക്കില് പുറത്ത് ചരട് വലിക്കാൻ ഉന്നത ബന്ധങ്ങളുള്ള ഒരേ ഒരു VIP തടവുകാരൻ അപ്പിച്ചായി, വട്ടക്കാലിൽ പുരുഷോത്തമൻ. ഐതിഹ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആന ചവിട്ടി കണ്ണി പറിച്ച കൈ, അരയിലൊരു നിറ ഏത് നേരത്തും, ഗരുഡൻ കൊത്തിയ വടി. ഞാനും മാഞ്ചാടിയായിട്ട് ഒരുപാട് തീർത്ത കയ്യാ. ഒരുപാട് തീർത്ത കൈ. പക്ഷേ ഒരു നിഴല് വീണ് തുടങ്ങുന്നുണ്ട് ആയുർരേഖയിൽ.
സ്ട്രെസ്ഡ്, എഫക്റ്റഡ്, ഹാരസ്ഡ്, ഷട്ടേഡ്. ഇനി അതിലപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ അതും. അതാണിപ്പോ രമാജി. വേഷം കെട്ടി മടുത്തു, ഇവിടുത്തെ ഏർപ്പാടുകൾക്ക് ഓരോന്നിനും കൂട്ടുനിന്ന് മടുത്തു, മതിയായി. അങ്ങനെ ഒരു മെസ്സേജ് കേട്ടു ഞാനിപ്പോ. ബഹൻജിയുടെ നെടുവീർപ്പിൽ പിൻവാങ്ങണം, പിന്മാറണം, എല്ലാത്തിൽ നിന്നും ബഹന്. എ ടോട്ടൽ റിട്രീറ്റ്. ഇവിടെ ഇരിക്കുന്ന ഈ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് 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 ഒടുവിലിപ്പോ വല്ലാതെ സ്പിരിച്വലായി മാറിപ്പോയിരിക്കുന്നു ബഹൻജി. എല്ലാം അവസാനിപ്പിച്ച് ഇവിടം വിട്ട് പോണം. ഒന്നുകിൽ കൂനൂർക്ക്, ഇല്ലെങ്കിൽ ഗോവ, ബാക്ക് ടു ബേസ്. അതുമല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും. തിരിച്ചു വരാൻ ആരും നിർബന്ധിക്കാനില്ലാത്ത, ആരും ഒന്നും അടിച്ചേൽപ്പിക്കാത്ത ഒരിടത്തേക്ക്. I don't know. യു നോ. ബഹൻജിക്കറിയാം. അങ്ങനെ ഒരു മോഹം പറഞ്ഞിരുന്നു ഹെലനോട് ഇന്നലെ ഫോണിൽ സംസാരിക്കുമ്പോ. Yes. ആ ഞാൻ, ഹെലൻ, ബാലു, പിന്നെ ഇവള് സുഭദ്ര. കൂനൂരിലെ സ്കൂൾ ബോർഡിംഗിൽ തുടങ്ങിയ ബന്ധം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇതുവരെ പങ്കുവച്ചതെല്ലാം, നല്ലതും ചീത്തയും, എല്ലാം മറക്കണം. യു വാണ്ട് ടു വാനിഷ്. ഒളിച്ചോടണം, ഒറ്റപ്പെടണം രമാജിക്ക്. അന്തേവാസികൾ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഉറങ്ങാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല. ആയിരങ്ങളെ ഒരേ നിലയിൽ ഉറങ്ങാൻ സാന്ത്വനക്രിയ അഭ്യസിപ്പിച്ച സ്വാമി ഹർഷാനന്ദജിയുടെ പ്രഥമ ശിക്ഷയ്ക്ക് മനസ്സ് പ്രക്ഷുബ്ധം, കടല് പോലെ. അതിൽ നിറയെ തീരുമാനങ്ങൾ. എങ്കിലും എല്ലാം ഇറക്കി വെച്ചൊന്ന് ഉറങ്ങണം ബഹൻജിക്ക്. Sedu, what do you... The eternal sleep, the final trip. You want that? Hey! Yes. ബഹൻജിക്ക് തീരുമാനിക്കാം. എപ്പോ വേണമെങ്കിലും പുറപ്പെടാം. ഇന്നോ നാളെയോ എപ്പോ വേണമെങ്കിലും. ഇപ്പോ ഈ നിമിഷം. My blessings. Bon voyage. ശുഭയാത്ര. ഹലോ സർ, ഗുഡ് മോർണിംഗ് സർ. സാർ എപ്പോ, എങ്ങനെ? സർ പ്ലീസ്, ഐ വോണ്ട് എ ഫേവർ. ഞാനിവിടെ ഓടിച്ചെത്താൻ ഒരു 4 മണിക്കൂർ എടുക്കും. അതിനു മുമ്പ് ബോഡി. സാർ ഞാൻ പുറപ്പെടുന്നു. മീറ്റ് യു ദേർ. രമാ ബഹൻ ഫൗണ്ട് ഡെഡ്.